കേട്ടറ്റ് എക്സാമിന് ചോദിച്ച ഒരു മാത്സ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 8 സംഖ്യയുടെ ശരാശരി 100 ആണ്. അവയിലെ വലിയ 2 സംഖ്യയുടെ വ്യത്യാസം 20 ബാക്കിയുള്ള 6 സംഖ്യയുടെ ശരാശരി 85 ആയാൽ കൂട്ടത്തിൽ വലിയ സംഖ്യ ഏത്? ദി ആവറേജ് ഓഫ് 8 നമ്പർ ഈസ് 100. The difference between 2 greatest number is 20. The average of the remaining 6 number is 85. What is the greater number? ഇവിടെ പറയുന്നത് 8 സംഖ്യയുടെ ശരാശരി 100 എന്ന് പറയുന്നത്. 8 സംഖ്യയുണ്ട്, അവരുടെ ശരാശരി എടുത്താൽ ആവറേജ് എടുത്താൽ 100. അതിൽ വലിയ 2 സംഖ്യയുടെ വ്യത്യാസം 20 ബാക്കിയുള്ള 6 സംഖ്യയുടെ ശരാശരി 85 അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ വലിയ സംഖ്യ ഏതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കണക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 8 സംഖ്യയുടെ ശരാശരി 100 ആണെന്ന് പറയുന്നത്. 8 സംഖ്യയുടെ ശരാശരി 100 ആണെങ്കിൽ ആ 8 സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 8 സംഖ്യയുടെ കൂട്ടിയാൽ കിട്ടുന്നത് 8 ഗുണിക്കാൻ 100 എന്തായിരിക്കും? 800 ആയിരിക്കും. അപ്പോൾ 8 സംഖ്യയുടെ തുക 100 കിട്ടും. 100 കിട്ടുന്നത് ആവറേജ് 100 ആയതുകൊണ്ട് 8 ഗുണിക്കണം 100 അതായത് 800. ഇതാണ് 8 സംഖ്യയുടെ തുക. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ബാക്കിയുള്ള 6 സംഖ്യയുടെ ശരാശരി 85 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 6 സംഖ്യയുടെ തുക എന്തായിരിക്കും? 6 സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 6 ഗുണിക്കണം എത്ര? 85 ആയിരിക്കും. അതെത്രയാണ്? 6 5 30 ബാക്കി 3 6 48 3 51 510 കിട്ടും. അപ്പോൾ 510 6 സംഖ്യയുടെ തുക. 8 സംഖ്യയുടെ തുക 800 കിട്ടിയിട്ടുണ്ട്. 6 സംഖ്യയുടെ തുക 510 കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 സംഖ്യയുടെ ബാക്കിയുടെ 2 സംഖ്യ ഉണ്ടാവല്ലോ, ആ 2 സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വ്യത്യാസമായിരിക്കും. അതായത് 800-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 510 കൊണ്ട് കുറച്ചാൽ മതി. 800-ൽ 510 കുറച്ചാൽ 290 ആയിരിക്കും. അപ്പോൾ 290 ബാക്കിയുള്ള 2 സംഖ്യയുടെ തുക. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വലിയ 2 സംഖ്യകളുടെ വ്യത്യാസം 20 ഈ 2 സംഖ്യയുടെ തുക 290 കിട്ടി. ആ 2 സംഖ്യയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 20 എന്നും തന്നിട്ടുണ്ട്. ഇനി 2 സംഖ്യയുടെ തുക, വലിയ 2 സംഖ്യയുടെ തുക 290 അതേ 2 സംഖ്യയുടെ വ്യത്യാസം 20 ആയതുകൊണ്ട് അതിൽ വലിയ സംഖ്യ കാണാൻ വേണ്ടി ചെയ്യാൻ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഖ്യ എന്ന് പറയുന്നത് ഈ 2 സംഖ്യയുടെ തുകയും 2 സംഖ്യയുടെ വ്യത്യാസം കൂട്ടി അതിന്റെ പകുതിയാക്കുക. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ വ്യത്യാസം ഈ 2 സംഖ്യയുടെ തുകയിൽ നിന്ന് 2 സംഖ്യയുടെ വ്യത്യാസം കുറച്ചിട്ട് പകുതിയാക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ 2 സംഖ്യകളിൽ ഏതാ വലുതെന്ന് വയ്ക്കുന്നത്? വലിയ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് എളുപ്പവഴി വലിയ സംഖ്യ എന്ന് പറയുന്നത് 290 20 ആ 2 സംഖ്യയുടെ തുകയും വ്യത്യാസം കൂട്ടി അതിന്റെ പകുതിയാക്കുക. നമുക്കറിയാം 290 20 കൂട്ടിയാൽ 310 310ന്റെ പകുതി കിട്ടും. 155 310 പകുതി 155. അപ്പോൾ 155 ഉത്തരമായിട്ട് വരിക. ഈ രീതിയിൽ നമുക്ക് കണക്ക് കണ്ടെത്താൻ സാധിക്കും.